പായം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ച സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചെന്ന പ്രമേയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് UDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബോർഡ് ഞങ്ങൾ ബഹിഷ്കരിച്ച് UDF സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. മുൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. ടോം മാസ്റ്റർ, ആൻഡോ പടിഞ്ഞാറേക്കര, സുജാ ചന്ദ്രൻ, ജമീല നാസർ, ഹരിത, ഡെന്നീസ് മാണി എന്നിവർ പ്രതിഷേധിച്ച് ഭരണസമിതി യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു. തുടർന്ന് പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പഞ്ചായത്തിലെ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി UDF അംഗങ്ങൾ വിശദീകരണവും നടത്തി. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി യോഗം UDFന്റെ മെമ്പർമാരായ 6 പേരും ഒറ്റക്കെട്ടായി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് വെട്ടിക്കുറച്ചു എന്ന് പറയുന്ന ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ആ പ്രമേയം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പഞ്ചായത്തുകൾക്ക് നൽകേണ്ടതായ തുക കൃത്യസമയത്ത് നൽകാതെ പഞ്ചായത്തുകളെ വെട്ടിലാക്കേണ്ടതായിരുന്നു. ഡിസംബർ മാസത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ള ഗഡു പഞ്ചായത്തുകൾ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് 31-ാം തീയതി ആണെങ്കിൽ ആ മാർച്ച് 31-ാം തീയതി വരെയുള്ള പഞ്ചായത്ത് വർക്ക് ചെയ്ത ബില്ലുകൾ ഗവൺമെൻറ് ട്രഷറിയിൽ നിന്ന് മാറേണ്ടതായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാർച്ച് 23-ാം തീയതി വരെ മാത്രമാണ് ബില്ലുകൾ സ്വീകരിച്ചത് ട്രഷറിയിൽ. അതിനുശേഷം വന്ന ബില്ലുകളൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ മാർച്ച് 23-ന് ശേഷമുള്ള ഒരു ബില്ലും ഇവിടുത്തെ പൊതുമരാമത്ത്, റോഡ്സിനോ അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടില്ല. അധികാരത്തിൽ വന്ന് മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് അതിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെട്ടി കുറവ് ചെയ്തു എന്ന് പ്രചരിപ്പിച്ച് കള്ളപ്രചരണം നടത്തുന്നതിന് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത്രയും അവർക്ക് അവാർഡ് കൊടുക്കേണ്ടതാണ്. കള്ളപ്രചരണം നടത്തുന്നത് ഫണ്ട് മുഴുവൻ വെട്ടിക്കുറച്ചു എന്ന് പറയുന്നത്. ഫണ്ട് വെട്ടിക്കുറച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്ന പല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധ്യമായിട്ടുണ്ട്. പഞ്ചായത്തിൽ മഹാഭൂരിപക്ഷവും അവരാണല്ലോ. എന്നിട്ട് എന്താ ഇപ്പോൾ അവിടെ ഒരു ശ്മശാനം, ഏറ്റവും സാധാരണക്കാരായ സ്വന്തമായി ഭൂമിയില്ലാത്ത ആളുകളാണ് കൂടുതലും ശ്മശാനത്തിൽ കൊണ്ട് ശവം സംസ്കരിക്കാൻ പോകും. ആ ശ്മശാനം കേടുപാടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞു. ഇതുവരെ അതിൻ്റെ കേടുപാട് തീർത്തിട്ട് അവിടെ പാവപ്പെട്ട ആളുകളെ അവരുടെ ശവം കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചില്ല. മാടത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. കേരള സർക്കാരിനെതിരെ പ്രമേയം പാസാക്കിയ കടിയൂരുന്ന CPM ഭരണക്കാരെ, നിങ്ങളുടെ ചെയ്തികൾ ഓരോന്നായി ജനങ്ങൾക്കറിയാം ഭരണക്കാരെ. UDF സിന്ദാബാദ്. UDF ചെയർമാൻ മട്ടിണി വിജയൻ, കൺവീനർ ഡെന്നീസ് മാണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വി ബാലകൃഷ്ണൻ, PC പോക്കർ, ഉലഹലാൻ, മൂര്യൻ രവീന്ദ്രൻ, C യാക്കൂബ്, K ബഷീർ, അബ്ദുള്ള ഹാജി, ബാലകൃഷ്ണൻ പൂവക്കര, ജാൻസി ടീച്ചർ, സുഹാസ്, പ്രകാശൻ, ഭാസ്കരൻ, ടോമി, സുജേഷ് വട്ടിയറ, റീന കൃഷ്ണൻ, ബിജു കരിമാക്കി, ജിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി.